ഇമ്മ്യൂണോഗ്ലോബുലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് അതിൻ്റെ ഫങ്ഷൻസ് എന്നൊക്കെയാണ്. എന്താണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ? ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ ആൻറ്റിബോഡിയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അപ്പോൾ IgA എന്ന് പറയുന്നത് എന്താണ്? ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ രോഗപ്രതിരോധം സാധ്യമാക്കുന്നു. മുലയൂട്ടലിൻ്റെ ആദ്യ ദിവസങ്ങളിൽ മുലപ്പാലിനോടൊപ്പം സ്രവിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ദ്രാവകമായ കൊളോസ്ട്രത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ കൊളോസ്ട്രം എന്ന് പറയുന്നത് യെല്ലോ കളേർഡ് ആദ്യം വരുന്ന മുലപ്പാലിലുള്ള യെല്ലോ കളേർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസാണ് കൊളോസ്ട്രം. അതിൽ കാണപ്പെടുന്ന ഏത് ഇമ്മ്യൂണോഗ്ലോബുലിനാണ്? IgA ആണ്. IgD എന്ന് പറയുന്ന അലർജിക്കും വിഷവസ്തുക്കൾക്കും എതിരെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. പിന്നെ മറ്റു കോശങ്ങളെയും ബേസോഫിലുകളിൽ ഉത്തേജിപ്പിക്കുന്നത് IgE ആണ്. ഇത് ശ്വാസകോശത്തിലൊക്കെ ഉള്ള ഇതാണ് ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. IgE ബേസോഫിലുകളെയും മറ്റു കോശങ്ങളെയും ഉത്തേജിപ്പിക്കുന്നതാണ്. IgG എന്ന് പറയുന്നത് ഗർഭകാലഘട്ടത്തിൽ അമ്മയിൽ നിന്നും പ്ലാസൻറ്റയിലൂടെ ഗർഭസ്ഥ ശിശുവിന് ലഭിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനേതാണ് IgG ആണ്. ഗർഭകാലഘട്ടത്തിൽ അമ്മയിൽ നിന്ന് പ്ലാസൻറ്റയിലൂടെയാണ് ഗർഭസ്ഥ ശിശുവിന് അത് കിട്ടുന്നത്. IgM എന്ന് പറയുന്നത് രോഗാണുബാധയുണ്ടായ ഭാഗത്ത് ആദ്യം എത്തിയ ബി ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിക്കുന്നത് ഏതാണ്? IgM ആണ്. ബി ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് രണ്ട് കാര്യം ആലോചിക്കുകയാണെന്ന് വെച്ചാൽ കൊളോസ്ട്രത്തിൽ കാണുന്നത് IgA ആണ്. കൊളോസ്ട്രം എന്ന് പറഞ്ഞാൽ യെല്ലോ കളേർഡ് മിൽക്കാണ്. മുലയൂട്ടലിൻ്റെ ആദ്യ സമയങ്ങളിൽ വരുന്ന മിൽക്കിന് യെല്ലോ കളേർഡ് സബ്സ്റ്റൻസ് ഉണ്ടാവും. അതാണ് ഈ പറഞ്ഞ കൊളോസ്ട്രം. അത് IgA ആണ് അതിലുള്ളത്. IgG എന്ന് പറയുന്നത് ഗർഭകാലഘട്ടത്തിൽ അമ്മയിൽ നിന്ന് പ്ലാസൻറ്റയിലൂടെ ഗർഭസ്ഥ ശിശുവിന് ലഭിക്കുന്നതെന്നാണ്. IgM എന്താണ്? രോഗാണുബാധ ഉണ്ടായ ഭാഗത്ത് ബി ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിക്കുന്ന ഫംഗ്ഷനാണ്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസും ആൻഡ് ദർ ഫങ്ഷൻസും. ഓക്കെ.